ശിവയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയിലെ മരുതൂക്കുളങ്ങര ഇടവകയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് അമ്മയോടും ഈശോയോടും 1000 നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ഈ മോളാണ്. മോളെ പ്രസവിച്ച് മോളുടെ ജ്ഞാനസ്നാനത്തിൻ്റെ അന്ന് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. കുഞ്ഞിന് G6PD എന്ന ജനിതക രോഗമാണ്. അപ്പം നിങ്ങൾ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ ജ്ഞാനസ്നാനത്തിൻ്റെ അന്നാണ് ഇതറിയുന്നത്. ചേട്ടൻ്റെ കുഞ്ഞിൻ്റെയും മോളുടെയും ജ്ഞാനസ്നാനം ഒരേ ദിവസമായിരുന്നു. അപ്പോൾ അന്നത്തെ സന്തോഷമെല്ലാം അതോടെ തീർന്നു. ഞങ്ങളാകെ എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. രാത്രിയിൽ ഉറങ്ങിയില്ല. രാത്രിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി നല്ല രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, മോളെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, നമുക്ക് അവിടുത്തെ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലാം, കുഞ്ഞിന് അവിടുത്തെ നേർച്ച വസ്തുക്കൾ തേച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതുവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു പള്ളിയുടെ കാര്യവും കൃപാസനത്തെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അമ്മയുടെ ചേച്ചിമാർ തന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങളിവിടുന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം പോകുന്ന അത്രയും സമയവും ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ കാറിലിരുന്നുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എല്ലാം പ്രാർത്ഥിച്ച് കുഞ്ഞിനെ അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടർമാർ കണ്ടപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം പറഞ്ഞത്, കുഞ്ഞിന് വലിയ കുഴപ്പമൊന്നും കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ, നമുക്കൊന്നുകൂടി റീടെസ്റ്റ് ചെയ്യാം, നമുക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു ഡേറ്റ് വന്നു. ആ ഡേറ്റിന് ഞങ്ങൾ പോയി റീടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വന്നപ്പം കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ ആ റിസൾട്ട് കൊണ്ടുവന്ന് കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ കൊടുത്തപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും ഇത് യാതൊരു വിശ്വാസവും വന്നില്ല. അവർ തുടർച്ചയായി കുഞ്ഞിൻ്റെ 3 വയസ്സ് വരെയും കുഞ്ഞിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളെ ചോദിച്ചുകൊണ്ടേയിരുന്നു, കുഞ്ഞെങ്ങനെയാണ്, നടക്കുമോ, കുഞ്ഞ് സംസാരിക്കുന്നുണ്ടോ, കുഞ്ഞ് ഫുഡ് കഴിക്കുന്നുണ്ടോ, കുഞ്ഞ് സ്റ്റെപ്പ് കയറുന്നുണ്ടോ എന്നിങ്ങനെ തുടർച്ചയായി അവർ വിളിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിനൊരു കുഴപ്പവുമില്ലല്ലോ, പിന്നെ എന്താ നിങ്ങൾ വിളിക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസം വന്നില്ല, സ്ക്രീനിങ് ടെസ്റ്റുകളൊന്നും അങ്ങനെ തെറ്റാറില്ല, അപ്പം ഞങ്ങൾ നേരിട്ട് വന്ന് കുഞ്ഞിനെ കണ്ടാലേ ഞങ്ങൾക്ക് ബോധ്യം വരുത്തോളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് വന്ന് ഡോക്ടേഴ്സ് വന്ന് കുഞ്ഞിനെ കണ്ടിട്ട് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞിട്ടാണ് അവർ പിന്നെ വിശ്വസിച്ചത്. പിന്നെ കുഞ്ഞ് ജനിച്ച സമയത്ത് മോളുടെ കാലയിൽ ഈ കാലിൻ്റെ കണ്ണ് ഇങ്ങനെ അകത്തോട്ട് കുഴിഞ്ഞ് കാൽപാദം ഇങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അന്നും ഞങ്ങളിങ്ങനെ മാതാവിൻ്റെ ഉപ്പും തേനും ഒക്കെ പുരട്ടി മോളുടെ കാലിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പെട്ടെന്ന് മാറുകയുണ്ടായി. അപ്പം എൻ്റെ അമ്മ നേർന്നായിരുന്നു കുഞ്ഞിനെ ഇവിടുത്തെ അൾത്താരയിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ സമർപ്പിക്കാമെന്ന് നേർന്നായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കിവിടെ വരാനോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ കഴിഞ്ഞില്ല. കൊറോണയുടെ സമയമായിരുന്നു. കൊറോണ നല്ല രീതിയിൽ മൂർച്ഛിച്ച് നിന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങളത് പിന്നീട് മാറ്റി വയ്ക്കുകയായിരുന്നു. അങ്ങനെ മോൾക്ക് 1 വയസ്സായ സമയത്ത് എനിക്ക് യൂറിക് ആസിഡ് കൂടിയിട്ട് എൻ്റെ എല്ലാ ജോയിൻറ്റിലും, എൻ്റെ ബോഡിയിൽ ഫുൾ ജോയിൻറ്റിലും ഇങ്ങനെ ക്രിസ്റ്റൽ അടിഞ്ഞിട്ട് അതിഭയങ്കരമായ വേദന. എനിക്ക് രാവിലെ എഴുന്നേൽക്കാനോ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാനോ പറ്റത്തില്ല. എൻ്റെ വിരലുകളൊന്നും ഇങ്ങനെ നൂരത്തില്ല. ക്രിസ്റ്റൽ അടിഞ്ഞു കൂടിയിട്ട് വിരലെല്ലാം ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ മാറി കുറേ മരുന്ന് കഴിച്ചു. ആയുർവേദം കഴിച്ചു, ഹോമിയോ കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് എല്ലാം ഇങ്ങനെ മാറി കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് മരുന്നിൻ്റെ വേദനയുടെ ഗുളിക ഇങ്ങനെ മാറി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇത് മാറാൻ കുറച്ച് താമസമുണ്ട്, നീ ഗുളിക കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം, എന്നെ നീ സഹായിക്കണം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ എൻ്റെ കുഞ്ഞിനൊന്ന് ആഹാരം കൊടുക്കാനോ എങ്കിലും എനിക്കൊന്ന് കഴിയണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ക്രിസ്റ്റലൊന്നും പോയിട്ടില്ലായിരുന്നു. ആ ക്രിസ്റ്റലെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് വേദന മാറി. എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറിനും വലിയ അത്ഭുതമായിരുന്നു. ആ ക്രിസ്റ്റലെല്ലാം അങ്ങനെ തന്നെ വീങ്ങിയിരിക്കുവാണ്, പക്ഷേ വേദനയ്ക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഇനി ഞാൻ മരുന്ന് കഴിക്കത്തില്ല, എൻ്റെ ക്രിസ്റ്റൽ എൻ്റെ മാതാവ് എനിക്ക് മാറ്റി തന്നോളും. തനിയെ പഴയ കണക്ക് തന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തനിയെ അത് കുറഞ്ഞു വരികയായിരുന്നു ചെയ്തത്. അങ്ങനെ ഞാൻ 2023 സെപ്റ്റംബറിൽ ഞാൻ കൃപാസനം പള്ളിയിൽ ആദ്യമായിട്ട് വന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് തിരികെ പോവുകയാണ് ചെയ്തത്. പക്ഷെ തിരിച്ചു പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി, ഉടമ്പടി എടുക്കണമായിരുന്നു എന്നുള്ളൊരു തോന്നലായി. അങ്ങനെ ഞാൻ 2023 ഒക്ടോബർ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു.
ഉടമ്പടി എടുത്തപ്പം എൻ്റെ ആത്മീയ ജീവിതത്തിലായാൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടി. എനിക്ക് അമിതമായി ദേഷ്യം വരുന്നൊരു സ്വഭാവമായിരുന്നു. ആ ദേഷ്യമൊക്കെ കുറഞ്ഞു കിട്ടി. എനിക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഉള്ളൊരു കൃപ എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വീട് പഴയ ഒരു വീടാണ്. അപ്പോൾ വീട്ടിൽ ഓടിൻ്റെ സീലിങ്ങിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേനീച്ചകൾ, വലിയ തേനീച്ചകൾ വന്ന് ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് സന്ധ്യ ആകുമ്പോൾ നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. ലൈറ്റിൻ്റെ വെട്ടം കണ്ടാൽ തേനീച്ചകൾ വന്നിട്ട് കുഞ്ഞിനെ കടിക്കും, എല്ലാവരെയും കുത്തുകയാണ് ചെയ്തത്. കുത്തിയിട്ട് അതിൻ്റെ ആ മുള്ള് തറച്ച് കയറിയിട്ട് അതിഭയങ്കരമായ വേദനയാണ്. അപ്പം ഞങ്ങൾ സ്പ്രേ ഒക്കെ അടിച്ചിട്ടും പോകുന്നില്ല. അപ്പം ഞങ്ങൾ ഒരു ദിവസം രാത്രിയിൽ ഉപ്പ് ഇങ്ങനെ വിതറി അവിടെ ഇട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ ഒരു കടന്തൽ പോലും അവിടെ ഇല്ലായിരുന്നു. അപ്പം അതോടെ ഞങ്ങൾ നല്ല രീതിയിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനും ഉടമ്പടിയിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനും ശ്രമിച്ചു. പിന്നെ മോൾക്ക് ഫുഡ് അലർജി ഉണ്ടായിരുന്നു. എന്ത് ഫുഡ് കൊടുത്താലും മോൾക്ക് ഫുഡ് അലർജി ആയിരുന്നു. ഒരു ആഹാരവും കൊടുക്കാക്കത്തില്ല. കഞ്ഞിയും ചോറും മാത്രമല്ലാതെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ ഒരു നട്ട്സോ അങ്ങനെ ഒന്നും കൊടുക്കാക്കത്തില്ല. എന്ത് കൊടുത്താലും മോൾക്ക് ദേഹം ഫുള്ള് ചൊറിഞ്ഞ് തണുക്കുന്ന ഒരു അസുഖമായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ നാളെടുക്കും ഇത് മാറാൻ, എന്തായാലും മരുന്ന് കഴിക്കണ്ട, ഇത് ഫുഡ് കൺട്രോൾ ചെയ്ത് മാറ്റാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഫുഡൊന്നും കൺട്രോൾ ചെയ്തില്ല. ഞാൻ ഇവിടുത്തെ കൃപാസനത്തിൽ ഉപ്പിട്ട് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ ഉപ്പിട്ട് മോൾക്ക് എല്ലാ ഫുഡും കൊടുത്തുകൊണ്ടേയിരുന്നു. വളരെ ഒരാഴ്ച കൊണ്ട് എനിക്ക് തോന്നുന്നു ആ അലർജി പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. പിന്നെ ഞങ്ങൾക്ക് വീട് പണിക്ക് 38 കൊല്ലം പഴക്കമുള്ള ഹസ്ബൻഡിൻ്റെ കുടുംബ വീടായിരുന്നു. അപ്പം വീട് പണിയണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ വരച്ചിട്ട് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. താഴത്തെ റൂമിൻ്റെ മാത്രം പ്ലാനെ ഞങ്ങൾ വരച്ച് സാക്ഷ്യം മേടിച്ചോളായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് മുകളിലെ റൂമിൻ്റെയും കൂടെ പ്ലാൻ വരച്ച് കൊണ്ടുവരാം, മാതാവ് അത് സാധിച്ചു തരും. ഞങ്ങൾക്ക് വീട് പണി തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ 7 ലക്ഷം രൂപയേ ഉള്ളൂ. ഞങ്ങളിവിടെ വന്ന് മാതാവിനെ കണ്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ കാശ് രൂപം കല്ല് ഇടുന്നിടത്ത് ഇടണം. ഡിസംബർ 27-ാം തീയതി ഈ കല്ലിടുന്ന കർമ്മം നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 27-ന് തന്നെ കല്ലിട്ടു. അച്ഛൻ പ്രാർത്ഥിച്ച് തന്ന കാശ് രൂപവും അതിലിട്ട് അതിനുശേഷം അച്ഛൻ പറഞ്ഞത് 6 മാസം കൊണ്ട് നിങ്ങളുടെ വീട് പണി കഴിയുമെന്നാണ്. പക്ഷേ എനിക്ക് 5 മാസം കൊണ്ട് എൻ്റെ വീട് പണി 1300 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണി 5 മാസം കൊണ്ട് മാതാവ് പൂർണ്ണമായിട്ടും തീർത്തു തന്നു. പിന്നെ അടുത്ത ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പുണ്ട് വെൽഡിങ്ങിൻ്റെ. അപ്പം വർക്ക്ഷോപ്പിൽ വർക്ക് കുറയുന്ന സമയത്ത് ഞാനിങ്ങനെ ഉപ്പ് അവിടെ വിതറിയിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു. ഞങ്ങൾ വർക്ക്ഷോപ്പിൽ വർക്ക് കുറയുന്ന സമയത്ത് പ്രാർത്ഥിക്കും. അപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് നല്ല വർക്ക് ലഭിക്കുകയും ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വർക്കെല്ലാം നല്ലപോലെ നടക്കുകയും ചെയ്തിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ പത്രം ഞങ്ങളുടെ അവിടെ കൊല്ലത്ത് തുയ്യം പള്ളിയിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയും അവിടെ ഡിസ്ട്രിക്ട് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്ത് കൊടുക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും കൃപാസനം മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ അടുത്തൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി വാടകയ്ക്ക് വന്നതാണ്. അപ്പം അമ്മച്ചിക്ക് ആഹാരമൊന്നും വെച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം അമ്മച്ചിക്കൊരു കൊച്ചുമോൾ കൂടെ ഉണ്ടായിരുന്ന മോള് ദൂരെ ജോലിക്ക് പോകുമായിരുന്നു. അപ്പം അമ്മച്ചിക്ക് വേണ്ടുന്ന ആഹാരമെല്ലാം ഞാൻ വെച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ എന്നെ കഴിയുന്ന എല്ലാ സഹായവും പാവപ്പെട്ടവർക്ക് ഞാൻ ചെയ്ത് നൽകുമായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ചങ്ങനാശ്ശേരി കുറിച്ചി സെൻറ്റ് ജോസഫ് ശാന്തിഗിരി പള്ളിയിലെ ഇടവക്കാരിയാണ്. എൻ്റെ പേര് മോളമ്മ തോമസ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് CJ തോമസ്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നത് എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ജൂലൈ 4-ാം തീയതി രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കാൻ മേലായിരുന്നു. എന്ത് കാരണമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി NSSൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കാണിച്ചു. അപ്പോൾ പുള്ളി ഒട്ടും നടക്കത്തില്ല, കാലിന് എന്തോ നല്ല ഭാരമായിരുന്നു പറഞ്ഞു. അപ്പം നടക്കാൻ മേലാതെ ഞാനും എൻ്റെ മോളും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മോൾ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ നിന്ന് അവളെ വിളിച്ചു വരുത്തി ഞാനും കൂടെ 3 പേരും കൂടെയാണ് NSS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി അവിടെ കാണിച്ച് വീൽ ചെയറിലായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയത് തന്നെ. അങ്ങനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആണ്, അതിൻ്റെ ഞരമ്പിനകത്ത് നെർവ് പോലെ ഉണ്ടായി നീര് വെച്ചിരിക്കുവാണ്, അതുകൊണ്ട് നിങ്ങളിവിടെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ഒരാഴ്ചയോളം
ഞങ്ങൾ അവിടെ അഡ്മിറ്റായി കിടന്നു. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കി, കാലിൻ്റെ വല്ല പ്രശ്നമാണോ എന്ന് നോക്കിയിട്ടും അതൊന്നും അല്ലായിരുന്നു. പിന്നെ അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഡിസ്കിൻ്റെ നെർവിന് നീരാണെന്നും അത് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട്. 20,000 രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് തന്നെ. അപ്പം ഞാൻ ഒരാഴ്ചയോളം അവിടെ കിടന്നപ്പോൾ തന്നെ 45,000 രൂപയോളം ഞങ്ങൾക്കായി. ഞങ്ങൾക്കൊരു മോളേ ഉള്ളൂ. ആ മോളും ഞാനും കൂടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കിയതും ആവശ്യമായ മരുന്നുകളൊക്കെ കൊടുക്കാൻ ഈ മോളായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞങ്ങൾ ആ ആഴ്ചയെ കിടന്നെങ്കിലും എൻ്റെ ഭർത്താവിന് ഒരു കുറവും ഉണ്ടായില്ല. അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ആശുപത്രിയിൽ വെച്ച് തന്നെ തലയിൽ 3 കിലോയും കാലിൽ 4 കിലോ വെയിറ്റ് ഇട്ട് കിടക്കുമായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങനെ 2 മാസത്തോളവും കിടന്നു. അങ്ങനെ കിടന്നിട്ടും എൻ്റെ ഭർത്താവിന് ഒരു കുറവും ഉണ്ടായില്ല, നടക്കാൻ സാധിക്കുന്നുമില്ല. അപ്പം പുള്ളിക്കാരന് ഭയങ്കര വിഷമമായി. പുള്ളിക്കാരൻ ഒരു കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് പുള്ളി ടെൻഷനായപ്പോൾ തലയെല്ലാം അങ്ങ് നീര് വെച്ചിട്ട് CT സ്കാൻ ചെയ്തപ്പം സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ പുള്ളിക്ക് ഭീതി കൊണ്ടാകുന്നു അങ്ങനെ ഉണ്ടായെന്ന് ഡോക്ടർ പറഞ്ഞു. അവിടുന്ന് ഡോക്ടർ വീണ്ടും ഞങ്ങളെ അവിടെ അഡ്മിറ്റാക്കി ഒന്നുകൂടെ നോക്കി എല്ലാം കഴിഞ്ഞ് വിട്ടു കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് പിന്നെ കാണിച്ച് ഫിസിയോതെറാപ്പി 2 മാസം ചെയ്തു. 1 മാസത്തോളവും വീട്ടിലെ വെയിറ്റ് ഇട്ട് കിടന്നു, എന്നിട്ടും നടക്കുന്നില്ല. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ 200 മണി ജപമാല ചൊല്ലും. ഞങ്ങൾ പള്ളിയിൽ പോകുകയൊക്കെ ചെയ്യും, ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരന് പള്ളിയിൽ വരാൻ ഭയങ്കര മടിയായിരുന്നു. എന്നാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഒക്ടോബർ 1-ാം തീയതിയാണ് ഞാൻ 9 ദിവസം നോയമ്പെടുത്തതിൻ്റെ ഫലമായിട്ട് 10-ാം ദിവസം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ജോലിക്കൊന്നും പോയില്ലേലും എനിക്ക് കുഴപ്പമില്ല, കാരണം എൻ്റെ ഭർത്താവിനെ ഒന്ന് നടത്തി തന്നാൽ മാത്രം മതി, ഞങ്ങൾ എന്നും പള്ളിയിൽ പൊക്കോളാം. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ആഴ്ചയിൽ ഞങ്ങൾ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ എഴുതി വെച്ച എല്ലാ നിയോഗങ്ങൾക്കും അമ്മ മാതാവ് എനിക്ക് ഉത്തരം തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ സാക്ഷ്യം പറയുന്ന അടുത്ത നിയോഗം ഇതായിരുന്നു. എൻ്റെ ചങ്ങനാശ്ശേരി ഹർബൻ ബാങ്കിലെ ഒരു ലോൺ ഉണ്ടായിരുന്നു. അത് 2004 എടുത്തതാണ്. ആ 2004 എടുത്ത ലോണ് 21 വർഷമായിട്ട് എനിക്ക് അടച്ചു തീർക്കുവാൻ സാധിച്ചില്ല. എന്താണെന്നറിയില്ല. ഓരോ വർഷവും ഞാൻ പലിശ അടയ്ക്കും, മുതലും അടയ്ക്കും. അങ്ങനെ ഹർബൻ ബാങ്കുകാർക്ക് തന്നെ ലക്ഷങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നിയോഗം എഴുതി, എൻ്റെ മാതാവേ, എൻ്റെ ഈശോയെ, എനിക്ക് ഈ ഹർബൻ ബാങ്കിലെ ലോണിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിച്ചു തരണം. ഞാൻ എത്ര വർഷമായി മാതാവേ ഞാൻ ഈ ലോണിന് വേണ്ടി ഈ അടയ്ക്കാൻ തുടങ്ങിയിട്ട് എന്നെക്കൊണ്ട് ഇനി ഒരു നിവൃത്തിയില്ല. ഭർത്താവിന് ജോലിയില്ല, മോള് റിസൈൻ ചെയ്തിഞ്ഞ് വന്നു. ഞങ്ങൾക്കൊരു മോളെ ഉള്ളതുകൊണ്ട് അവൾ വേണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇരിക്കുക. എനിക്കറിയില്ല ആരോടാണ് പറയണ്ടേ. ഈ കഴിഞ്ഞു പോയ മാർച്ച് 30-ാം തീയതിക്കകം ഞങ്ങൾ ഈ ലോൺ അടയ്ക്കണമെന്ന് ഹർബൻ ബാങ്കിലെ മാനേജർ വന്ന് പറഞ്ഞ്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഈ കാശുരൂപവും ഈ കൊന്തയും കൈ പിടിച്ചുകൊണ്ട് എന്തും പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയും തന്നെ രാത്രി 2 മണിക്ക് ഞാൻ എഴുന്നേക്കും അലാറം വെച്ച്. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്നങ്ങ് പ്രാർത്ഥിക്കുക, ഇതിനൊരു വഴി കാണിച്ചു തരണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ഒരു കൂട്ടുകാരി ഗൾഫിലുണ്ട്, പുള്ളിയോട് ഞാനത് പറഞ്ഞു. പറഞ്ഞപ്പോൾ വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്തു, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് പറഞ്ഞ്, ഞാൻ നോക്കട്ടെ മോളമ്മേ, അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. ആ പുള്ളി പേര് പറയാൻ മേലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ആ പുള്ളിക്കാരി USA ഒരു കൂട്ടുകാരിയെ വിവരം അറിയിച്ച്. അവരെ വിവരം അറിയിച്ചപ്പം ആ പുള്ളിക്കാരത്തി വേറൊരു കൂട്ടുകാരിയോട് പറഞ്ഞു. അങ്ങനെ 3 പേരോട് പറഞ്ഞ് ആ 3-ാമത്തെ ആൾ വേറൊരാളെ കണ്ട് സംസാരിച്ചപ്പോഴേ അവർ പറഞ്ഞ ഇതായിരുന്നു, എനിക്കൊരു നിയോഗമുണ്ട്, ഞാൻ ആരെയെങ്കിലും സഹായിക്കാനായിട്ട്, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമാണ്, അതിനു മുമ്പേ എനിക്കൊരു നിയോഗമുണ്ട്. എന്നെ സഹായിച്ച വ്യക്തി
കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത മകളാണ്. അവർ ഭാര്യയും ഭർത്താവും USA-ലാണ്. അവരാണ് എന്നെ സഹായിച്ചത്. 1,63,000 രൂപ എനിക്ക് പലിശയൊക്കെ കൂട്ടിയുള്ള കടമായിരുന്നു. അത് വീട്ടാനായിട്ട് അവരെനിക്ക് പൈസ തന്ന്, എൻ്റെ പൈസ തന്ന് ഞാൻ രാത്രി 2 മണിക്ക് പ്രാർത്ഥിച്ച് ഒരു 2:45 ആയപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരത്തിക്ക് കൊടുത്തായിരുന്നു. ആ കൂട്ടുകാരി എൻ്റെ അക്കൗണ്ടിന് അവർക്ക് പാസ് ചെയ്ത് കൊടുത്തു. അവരെൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഹർബൻ ബാങ്കിലെ പൈസ മുഴുവനും അടയ്ക്കാൻ തക്കവണ്ണം കർത്താവും മാതാവും എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു തന്നു. അങ്ങനെ എൻ്റെ ഹർബൻ ബാങ്കിലെ ലോണ് 21 വർഷമായിട്ട് അടച്ചു തീർക്കാൻ വരാത്ത അവസ്ഥയിൽ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ലോൺ അടച്ചു തീർക്കുവാൻ അവർ തന്നു. അങ്ങനെ എൻ്റെ കടങ്ങൾ തീർന്നു. പിന്നെ ഞാൻ അവർക്ക് വേണ്ടി ഈ ലോൺ എടുത്ത ആധാരം വാട്സപ്പിൽ അയച്ചു കൊടുക്കണമായിരുന്നു. നമ്മളത് ചെയ്തോ ഇല്ലയോ എന്നൊരു രേഖ വേണ്ടേ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനത് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തു. അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമൊക്കെ ആയി, ഉറപ്പിച്ചു. വിവാഹത്തിന് സമ്മാനമായിട്ട് അവർ 70,000 രൂപ എനിക്ക് പിന്നെ അയച്ചു തന്നു. അങ്ങനെ അവരുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു. ഞങ്ങളെ സഹായിച്ചതൊക്കെ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സഹായിച്ച ഒത്തിരി മക്കളുണ്ട്. അവരെയൊക്കെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ രാത്രിയുടെ യാമങ്ങളിലാണ് എൻ്റെ പ്രാർത്ഥന. കാരണം പകൽ ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അയൽവക്കത്തുള്ളവർ വരും, അല്ലെങ്കിൽ ഗസ്റ്റുകൾ ആരെങ്കിലും വരും. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ രാത്രിയിൽ ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മോടെ കല്യാണം ഒരു ലോൺ പോലും ഇല്ലാതാണ്. ഞാൻ ആധാരമെടുത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ സന്നിധി കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, മാതാവേ, എൻ്റെ ഈശോയെ, 21 വർഷം ഇത് ബാങ്കിൽ ഇരുന്നതല്ലേ, ഇനിയും ഈ ലോൺ എടുക്കുവാൻ എന്നെ സമ്മതിക്കരുത്. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിന് എനിക്ക് കല്യാണത്തിന് നടത്താൻ ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ല. കാരണം എനിക്ക് വലിയ വീടൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്, കാറുണ്ട്. ആരെങ്കിലും സഹായിക്കുമോ? ഇല്ല. കാരണം എൻ്റെ ഭർത്താവ് വീണുപോയി. അപ്പോൾ പിന്നെ ഞങ്ങളെ സഹായിക്കാൻ അമ്മ മാതാവും ഈശോയും മാത്രമേ ഉള്ളൂ. അവർ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് മോടെ കല്യാണവും നടന്നു. ലോൺ എടുക്കാതെ തന്നെ കല്യാണം മംഗളകരമായി നടത്തി തന്നു. എൻ്റെ അമ്മ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എന്നെ സഹായിച്ചു തന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവർ ഉടമ്പടി എടുത്ത മക്കളുമാണ്. അവരെല്ലാവരും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവിന് 1000 നന്ദി. ഈ പ്രപഞ്ചത്തിലുള്ള തന്മാത്രകളുടെ എണ്ണത്തെക്കാളും ഞാൻ ദൈവത്തിനും അമ്മ മാതാവിനും നന്ദി അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയുടെ വകയായിട്ട് ഒരു ജീവൻ ജ്യോതി ഒരു ആശ്രയമുണ്ട്. അവിടെ ഞാൻ എല്ലാ മാസവും ഫുഡ് കൊടുക്കും. കൊച്ചിൻ്റെ കല്യാണത്തിനും നമ്മൾ വിരുന്നുകാർക്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ 35 പേരുണ്ട്. അവർക്കുള്ള ഫുഡ് ഞാൻ ആദ്യം കൊടുക്കും. പിന്നെ എല്ലാ മാസവും അവർക്ക് ഫുഡ് കൊടുക്കും. 4 മണിക്കത്തുള്ള കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിക്കും. വാങ്ങിച്ചതിന് ശേഷം ഞാൻ പള്ളിയിൽ കയറി അവിടെ കൊടുക്കത്തില്ല. ഞാൻ നടന്നു പോകും. നടന്നു പോയിട്ട് വഴികളിൽ വരുന്നവരെല്ലാവരെയും വിളിച്ച് എൻ്റെ സാക്ഷ്യം പറയും, പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളുടെ അയൽവക്കത്തൊക്കെ ഉള്ളവരെ സഹായിക്കും. എളിയ സഹായങ്ങളെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ നാമത്തിലും ഈശോയുടെ നാമത്തിലും ചെയ്യും. ദൈവനാമത്തിന് എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ആലീസ്. ഞാൻ എരമല്ലൂർ സെൻറ്റ് ജൂഡ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഓഗസ്റ്റ് 15 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായിരുന്നു. എൻ്റെ ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വളരെ ചെറിയ ഒരു സിസ്റ്റാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ഹോർമോൺ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 5 മാസത്തോളം മരുന്നുകളൊക്കെ കഴിച്ചു. എപ്പോഴും സ്കാൻ ചെയ്യുമ്പോഴും ഈ സിസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. താനേ പോകുമെന്ന് പറഞ്ഞിട്ടും സിസ്റ്റ് പോകുന്നുണ്ടായില്ല. അപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇനി എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു സങ്കടമായി. ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് പെട്ടെന്ന് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് മാറുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഉടമ്പടി ചെന്ന് എടുക്കുക, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ, പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 15 ഉടമ്പടി എടുത്തു. പിന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൊക്കെ തുടർന്നു. ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നത് സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്തു. അതിനുശേഷം ഞങ്ങളിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് എല്ലാ ചെക്കപ്പും ചെയ്തപ്പോൾ
അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഓവറിൽ ഒരു സിസ്റ്റം ഇല്ലല്ലോ, എല്ലാം ക്ലിയറാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, നിങ്ങൾ എന്തായാലും ഈ മാസം കൂടി നോക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. സെപ്റ്റംബർ 27 എനിക്കൊരു പോസിറ്റീവായ റിസൾട്ട് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. സെപ്റ്റംബർ 26 ആയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴേക്കും എനിക്ക് പോസിറ്റീവായി. ഞാൻ ഹോസ്പിറ്റലിലും പോയില്ല, മരുന്നും ഒന്നും കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞ ആ ദിവസം തന്നെ മാതാവ് എനിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു. അതിന് മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പ്രഗ്നൻസി ടൈമിൽ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. എങ്കിലും എനിക്കൊരു കുഴപ്പമുണ്ടാകാതെ നോർമൽ ഡെലിവറിയിൽ തന്നെ കുഞ്ഞിനെ ലഭിച്ചു. ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ആൺകുഞ്ഞായാലും കുഴപ്പമില്ല, പെൺകുഞ്ഞായാലും കുഴപ്പമില്ല, ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. പക്ഷേ എല്ലാവരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് ആൺകുഞ്ഞായിരിക്കുമോ എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞു. മാതാവിനോട് ഞാൻ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, പെൺകുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ പേരിടും, ബാക്കിയെല്ലാം മാതാവിൻ്റെ ഇഷ്ടത്തോടെ തന്നാൽ മതി എന്നേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അപ്പോഴേക്കും എനിക്ക് മാതാവിൻ്റെ പേരിടാനായിരിക്കാം മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് തന്നത്. കുഞ്ഞിൻ്റെ പേര് ഹയാ മറിയം. അങ്ങനെ മാതാവിന് ഈശോയ്ക്കും കുഞ്ഞിനെ തന്നതിന് വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ ഈ സിസ്റ്റ് മറ്റൊരു മരുന്നും കഴിച്ചിട്ട് തന്നെയല്ല മാറിയത്. ഈശോയുടെ അനുഗ്രഹത്താലും മാതാവിൻ്റെ അനുഗ്രഹത്താലുമാണ് എനിക്കതിന് സാധിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ അടുത്ത സാക്ഷ്യം, ഞാൻ BTech പാസ്സായി. 2018 പാസ്സായത്. ജോലികളൊക്കെ കുറേ നോക്കി, പക്ഷെ ഒന്നും റെഡിയാവുന്നുണ്ടായില്ല. പിന്നെ PSC പരീക്ഷയ്ക്ക് പോയി, PSC ടെസ്റ്റുകൾക്ക് കോച്ചിങ്ങുകൾക്ക് പോയി. ടെസ്റ്റുകളൊക്കെ കുറേ ചെയ്തു, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിന് റിസൾട്ടുകളൊന്നും വരുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി ഓഗസ്റ്റ് 15 എടുത്തു. 16 എനിക്കൊരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു. ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നത്. അങ്ങനെ എനിക്ക് PSCയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് ലഭിച്ചു. അതിനുശേഷം ഈ 2023 എനിക്ക് 2022 തന്നെ എനിക്ക് സെപ്റ്റംബർ 1 സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കുറേ നാൾ ആഗ്രഹിച്ചൊരു ജോലിയാണ്, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. മാതാവ് അത് സാധിച്ചു തന്നു. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ അച്ഛൻ്റെ അനിയൻ ഓസ്ട്രേലിയയിലാണ്. അച്ഛനാണ്, എൻ്റെ ചിറ്റപ്പൻ അച്ഛനായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് വരാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക് എന്തായാലും വരണമെന്ന് അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ PR അവിടുന്ന് ലഭിക്കുന്നുണ്ടായില്ല, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ വരാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കാകെ വിഷമമായി. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ തല തൊടാനിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയാണ്. അപ്പം ആൻറ്റിക്ക് അപ്പോഴേക്കും പുറത്തേക്കൊരു ജോലി റെഡിയാവുകയും ചെയ്തു. സെപ്റ്റംബറിൽ ആൻറ്റിക്ക് പോകണം, അച്ഛന് വരാനും പറ്റുന്നില്ല. എനിക്ക് ഇവർ രണ്ടും ഇല്ലാതെ ഒരു ചടങ്ങ് നടത്തുന്നത് സങ്കല്പിക്കാനും പറ്റുന്നുണ്ടായില്ല. ആകെ സങ്കടത്തിലായി. ഞാൻ അപ്പോഴേക്കും മാതാവിനോട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. 2-ാം തീയതി റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, നല്ലോണം കരഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് 2 പേരും എന്തായാലും വരണം, 2 പേരെയും കൂട്ടിയിട്ട് ഈ ചടങ്ങ് നടത്താൻ മാതാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. 7-ന് അച്ഛൻ വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ റിക്വസ്റ്റ് ഇട്ടത്. 2-ാം തീയതി റിക്വസ്റ്റ് ഇട്ടു. അപ്പോഴേക്കും 3-ാം തീയതി ആയപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ച റെഡി ആയിട്ടുണ്ട്, PR ഓക്കെ ആയിട്ടുണ്ട്, എന്ന് വരുമെന്നുള്ളത് അറിയില്ല, ഞാൻ PR റെഡി ആയിട്ടുണ്ട്, എന്തായാലും ഉടനെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ഇട്ട് 7-ാം തീയതി തന്നെ അച്ഛനിവിടെ വരാൻ സാധിച്ചു. തീർച്ചയായിട്ടും അത് മാതാവ്, എല്ലാവരും പറയില്ലേ സഞ്ചാരി മാതാവ്, ഇത്രയും ദൂരെയുള്ള എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ഞാൻ ഓർത്തില്ല എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു തരുമെന്ന്. എന്തായാലും മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. അച്ഛനും ആൻറ്റിക്കും പങ്കെടുക്കാൻ പറ്റി, ചടങ്ങ് നല്ല രീതിയിൽ നടത്താനും സാധിച്ചു. ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ ഒരു സാക്ഷ്യപ്പെടുത്താത്തൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു 1.25 പവൻ്റെ ഒരു മാല ഒരു ചേച്ചി വാങ്ങി പണയം വെച്ചിരുന്നു. പക്ഷേ അവരത് തിരിച്ചു ചോദിച്ചിട്ട് ഇവർ കൊടുക്കുന്നുണ്ടായില്ല. അവസാനം കേസിന് പോയി. കേസ് കൊടുത്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല, ഇവർ തിരിച്ചു തരുന്നുണ്ടായില്ല. 5 വർഷത്തോളം കഴിഞ്ഞു. ഇവരപ്പോൾ മതിയായി, ഇവർ നടന്ന് വിഷമിച്ചു, ഇനി ഇത് കിട്ടത്തില്ല ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലേക്ക് അത് ഉപേക്ഷിച്ചു. അമ്മയ്ക്കൊക്കെ ആകെ സങ്കടമായി. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു മാലയായിരുന്നു. അപ്പോൾ എനിക്കൊരു സങ്കടമായി.
ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്തായാലും അസാധ്യ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന മാതാവല്ലേ, എനിക്കൊന്ന് സാധിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ മാല ഒന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല എനിക്ക് മാതാവ് സാധിച്ചു തരുമെന്ന്. ഈ കഴിഞ്ഞ ജനുവരി 1 മാതാവ് എനിക്ക് ആ ചേച്ചി അതേ മാല തന്നെ, ആ ബാങ്കിൽ നിന്ന് ആ മാല പോയി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷെ ആ മാല തന്നെ ആ ചേച്ചി അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ന്യൂ ഇയറിനായി ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് മാതാവ് തന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡുകളിൽ ചേട്ടന്മാർക്കും ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ കുറേ പേര് വേണ്ടാന്നൊക്കെ പറയുമായിരുന്നു, പിന്നെ ചിലർ ചോദിച്ചൊക്കെ വാങ്ങാൻ തുടങ്ങി. പിന്നെ ഞാൻ നമുക്ക് സുഖമില്ല, അങ്ങനെ വൃക്കരോഗികൾ, അങ്ങനെ ഓരോ രോഗികളൊക്കെ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു. പിന്നെ ആരെങ്കിലും നമ്മളോട് സഹായമൊക്കെ ചോദിച്ചു വരുമ്പോൾ എല്ലാവരെയും സഹായിക്കും. പിന്നെ പ്രാർത്ഥനാ ജീവിതവും ബൈബിൾ വായിക്കാൻ തുടങ്ങി. അധികം ബൈബിളൊക്കെ നേരത്തെ വായിക്കും, ഒരു ചെറുതായിട്ടൊക്കെ വായിക്കുള്ളായിരുന്നെങ്കിലും നല്ലോണം ഇപ്പോൾ ബൈബിൾ വായിക്കാൻ അതൊരു ശീലം ആയി, അത് മുടക്കാൻ പറ്റാത്തൊരു ശീലമായി ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയമായി കൂടുതൽ വളരുവാനായിട്ട് സാധിച്ചു, കൂടുതൽ അടുക്കാൻ, ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഈ പരിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ ഭർത്താവിനെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ മനോജ്. ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് 15/8/2022. അതിനുശേഷം ഞാൻ വിദേശത്തായിരുന്നതിനാൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് 22/8/2022 തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. 15/8/2023 ഞാൻ നാട്ടിൽ വരികയും തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഈ ഉടമ്പടി കാലയളവിൽ ഞങ്ങൾക്ക് കിട്ടിയ അത്ഭുതകരമായൊരു രോഗസൗഖ്യമാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ഷുഗറിൻ്റെ അസുഖമുണ്ട്. 2 മാസം ആയിട്ട് മരുന്ന് കഴിച്ച് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരുപാട് കാലങ്ങൾ മരുന്ന് കഴിച്ചവർക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് ഹസ്ബൻഡിന് വന്നത്, സെല്ലുലൈറ്റിസ് എന്ന് പറയും. അത് 2024 പെട്ടെന്ന് കാലിന് ചുമപ്പ് വരികയും ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. കാണിച്ചപ്പം ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മതി, ഒരാഴ്ച റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും കാലിൽ കുമിള വരുന്നു. കുമിള വന്ന് ഞാൻ കാണുന്ന രാത്രിയാണ്. ഞാനിവിടെയില്ല, ഞാൻ അന്നേരം ജോലി സ്ഥലത്താണ്, ഗൾഫിലാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിൽ തോന്നുവാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് പോകാൻ. രാത്രി തന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെ വണ്ടി ഓടിച്ച് മെഡിക്കൽ കോളേജിൽ ചെന്നു. ആ സമയം കൊണ്ട് എൻ്റെ അമ്മച്ചി വീട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നു, കുറവലിങ്ങാട്ട് നിന്ന്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കാല് കണ്ടപ്പോൾ തന്നെ ഡോക്ടേഴ്സ് ചോദിക്കുന്നു, നിങ്ങൾ ഡ്രൈവ് ചെയ്താണോ വന്നത്, പെട്ടെന്ന് കയറി കിടക്കാനാണ് പറയുന്നത്. അമ്മയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവർ പറയുന്നത് കാലിൽ സെല്ലുലൈറ്റിസ് ആണ്, അത് ഇൻഫെക്ഷനൊക്കെ മുകളിലോട്ട് കയറുവാണ്, കാലിൻ്റെ താഴ്ഭാഗം ചെത്തിക്കളയേണ്ടതായിട്ട് വരും, ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്, മാക്സിമം ശ്രമിക്കും, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അമ്മ കൺസെൻറ്റ് ഒപ്പിട്ട് കൊടുത്തു. ഇവിടുത്തെ 12 മണി എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് 9:30 സമയമാണ്. കാലിൻ്റെ അവസ്ഥ കണ്ടു. ഞാൻ ആ സമയം മുട്ടുകുത്തി, ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഈ ഒരവസ്ഥ തരണം ചെയ്യാൻ ഞങ്ങൾക്ക് ബലം തരണേ. എൻ്റെ ഹസ്ബൻഡിനെ തിയേറ്ററിൽ കയറ്റി, മൈൻ റോറ്റിയിലായിരുന്നു. അവർ ലോക്കൽ അനസ്തേഷ്യ കൊടുത്തു. അതിന് ശേഷം കാലിൻ്റെ 2 സൈഡിലും അസ്ഥി വരെ കീറി വിട്ടു. അത് ആ ഒരു സമയത്ത് ഞാൻ ആ പ്രൊസീജിയർ കഴിഞ്ഞ് ഇറങ്ങുന്ന 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ ഞാൻ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചു. അമ്മ പുറത്ത് ഉടമ്പടി കാശുരൂപമായിട്ട് നിന്നും പ്രാർത്ഥിച്ചു. ചേട്ടന് അവർ കീറി വിട്ട് വേദന എടുക്കുന്നുണ്ട്, പക്ഷേ അമ്മ എന്ന് പോലും ഒന്ന് വിളിക്കാനുള്ളൊരു ഇത് വന്നില്ല. ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് ആ ഒരു വേദനയെ സഹിക്കാൻ എനിക്ക് തരണം ചെയ്യാനുള്ള കഴിവ് തരണേന്ന് എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കടന്നു. അവിടുന്ന് ഞങ്ങളെ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ കാല് ചെത്തി വിട്ടിട്ടില്ല, കീറി വിടുകയാണ് ചെയ്തത്. പക്ഷേ അടുത്തുള്ള ചെറിയ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യണം. എസെപ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് വെച്ചാൽ ഏറ്റവും വൃത്തിയായിട്ട് കാല് പരിപാലിക്കണം, എന്നും ഡെയിലി ഡ്രസ്സിങ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നാട്ടിലുള്ള ലോക്കൽ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. അന്നേ ദിവസം കാല് കെട്ടി വെച്ചിട്ടുണ്ട്. അവിടുത്തെ സിസ്റ്റർമാരൊക്കെ വിചാരിച്ചു, ഇവരെന്തിനായി മെഡിക്കൽ കോളേജിൽ ഇത്രയും വലിയ കെട്ടി വിട്ടതെന്ന് അവർ വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡിനോട് ഡ്രസ്സിങ് റൂമിലേക്ക് നടന്നു ചെല്ലാൻ അവർ പറഞ്ഞു. പിറ്റേ ദിവസം കാലിൽ സോപ്പിട്ട് കഴുകണം മുറിവ്. ചെന്ന് കഴിഞ്ഞ്
മുറിവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേഴ്സുമാർ 4 വശം ഓടുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലം അവർക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഡ്രസ്സിങ് അവർ കണ്ടിട്ടില്ല. അവർക്ക് എന്നെ അവരുടെ റൂമിലുള്ള ഡ്രസ്സിങ്ങിൻ്റെ മെറ്റീരിയൽസ് മുഴുവൻ എടുത്തിട്ടും തികയുന്നില്ല. അങ്ങനെ അന്ന് മുതൽ 1.5 മാസം അവിടെ ആശുപത്രി കിടന്നു, ഡെയിലി ഡ്രസ്സിങ് ചെയ്തു. അന്ന് അത്രയും വേദനയിലും എൻ്റെ കെട്ടിയവനും എൻ്റെ ഭർത്താവ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, ഞങ്ങൾ മുടക്കിയിട്ടില്ല. ആ കാലുകൊണ്ട് എഴുന്നേറ്റ് എന്ന് ചൊല്ലുമായിരുന്നു. അങ്ങനെ അമ്മ ബലം തന്നു. 4 മാസം എടുത്തു ഞങ്ങൾക്ക് ആ കാലായിട്ട് തന്നെ തിരിച്ചു തന്നു അമ്മ ഈശോയും. ഒരുപാട് നന്ദി പറയുകയാണ്. ചെത്തിക്കള എന്ന് പറഞ്ഞ കാലമാണ്. എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഞങ്ങളുടെ ഉപജീവനമാർഗം വണ്ടി ഓടിക്കുന്നതാണ്. ഇനി അത് പറ്റുമോയെന്ന് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് ഞങ്ങൾ ചിന്തിച്ചായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. അതിനുശേഷം ഈ ഉടമ്പടി പാലിച്ച് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു മരുന്നുകളൊന്നും അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് 23 വർഷത്തോളമായിട്ട് എൻ്റെ ആർത്തവം ക്രമമല്ലായിരുന്നു. കുറേ കാലമൊക്കെ മരുന്ന് കഴിച്ചു. അതിനുശേഷം ഞാനത് അവോയ്ഡ് ചെയ്തു. ചിലപ്പോൾ 2 മാസം കൂടും വരും, ചിലപ്പോൾ 3 മാസം കൂടും വരും, ചിലപ്പോൾ നിൽക്കത്തില്ല. നിൽക്കാതെ വരുമ്പോൾ ഞാൻ പോയി മരുന്ന് മേടിച്ച് കഴിക്കും, പിന്നെ ഞാൻ നിർത്തും. പക്ഷേ ഈ ഉടമ്പടി എടുത്തു. ഞാനങ്ങനെ പ്രത്യേക നിയോഗം വെച്ചില്ല. പക്ഷേ എങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ കൃത്യം 28ാമത്തെ ദിവസം എനിക്ക് ആർത്തവമുണ്ട്. അങ്ങനെ ഒരനുഗ്രഹം എനിക്ക് കിട്ടി. അതോടൊപ്പം തന്നെ എനിക്ക് 2021 ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷമായി. ആദ്യം 2 വർഷം കഴിഞ്ഞപ്പോൾ ഒന്ന് പ്രഗ്നൻ്റ് ആയി, അത് അബോർഷനായി. അതിനുശേഷം 2020 ഞാൻ പ്രഗ്നൻ്റ് ആയതാണ്. 2021 മാർച്ചിൽ 6.5 മാസത്തിൽ എനിക്ക് വെള്ളം പൊട്ടിപ്പോയി. അങ്ങനെ ആശുപത്രി ചെന്ന് ഞാൻ പ്രസവിച്ചു. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ അഡ്മിറ്റ് ആയിരുന്നു. 23ാമത്തെ ദിവസം അവൻ ഫീഡ് ആസ്പിരേറ്റ് ആയിപ്പോയി. സിസ്റ്റർമാർ പാല് കൊടുത്താണ്, കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ നെഞ്ചിൽ കെട്ടി എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. അതിനുശേഷം അന്ന് മുതൽ എനിക്ക് പൈൽസിൻ്റെ അസുഖമുണ്ട്. ഞാനൊരു ഭ്രാന്തിയെ പോലെ ആയിപ്പോയി. എനിക്ക് ഈ 23 ദിവസം ഞാൻ കുഞ്ഞിനെ പാല് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം എൻ്റെ ബ്രസ്റ്റെല്ലാം പഴുത്ത് 3 പ്രാവശ്യം കീറുന്നതായിട്ട് വന്നു. അങ്ങനെ ഞാൻ മരുന്നൊന്നും എനിക്ക് കഴിക്കാൻ മേല, പൈൽസിൻ്റെ മരുന്നും കഴിക്കാൻ മേല. അതുകൊണ്ട് ഞാൻ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നീ ഈ അവസരത്തിൽ ഇങ്ങനെ പോയാൽ നിനക്ക് വട്ട് പിടിക്കും, നീ ജോലിക്ക് പോ. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി ബോംബെയിലുള്ളത്, എൻ്റെ ഷൈജ എന്ന് പറയുന്ന സുഹൃത്ത്, അവൾ ടിക്കറ്റ് എടുത്ത് തന്നെ ഫ്ലൈറ്റിന് കയറ്റി എന്നെ ബോംബെക്ക് കൊണ്ടുപോയി. 2 മാസം അവൾ എന്നെ പരിചരിച്ചു. അതിനുശേഷം ഞാൻ 2 മാസം ബോംബെ വർക്ക് ചെയ്തുള്ളൂ. അതിനുശേഷം എനിക്ക് ഗൾഫിൽ പോകാനൊരു അവസരം കിട്ടി. ഞാൻ അങ്ങനെ പോയി. അപ്പം ഈ കൃപാസനത്തിൽ വരുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറയും 0 മൈനസ് എന്ന് പറഞ്ഞാൽ അതിലും താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. ഉണ്ടെന്ന് പറയാനായിട്ട് കുറേ കടം മാത്രം. പക്ഷേ എനിക്ക് വരുമാനമുണ്ട്, ഏറെക്കുറെ 1 ലക്ഷം രൂപ സാലറി ഉണ്ട്. പക്ഷേ അത് എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാരണം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണം. സാലറി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകും? വീടില്ല, സ്ഥലമില്ല, ഞങ്ങൾക്ക് കുഞ്ഞില്ല, ഇല്ലായ്മകൾ മാത്രം. പക്ഷേ എനിക്കതിൽ പ്രയാസമൊന്നുമില്ലായിരുന്നു. ദൈവം എനിക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അത് തരും, അത് മതി എന്നൊരു തീരുമാനം എടുത്ത് ഞാൻ ജോലിക്ക് പോയി. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പം അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇതൊന്ന് ക്രമീകരിച്ചതാ, എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ബാക്കി നിയോഗങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അവരാരും ഇവിടെ ഇപ്പം എൻ്റെ കൂടെ ഇല്ല, അതുകൊണ്ട് ഞാൻ അത് പിന്നീട് പറയാം, അവരെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ ഞാൻ 2022 തന്നെ ചേട്ടൻ്റെ ആദ്യ ഉടമ്പടി കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു വസ്തു വാങ്ങാനായിട്ടുള്ള അവസരം കിട്ടി. ആ എഗ്രിമെൻറ്റ് വെച്ചു. എഗ്രിമെൻറ്റ് വെച്ചിട്ടും ഞങ്ങളാകെ 25,000 രൂപ കൊടുത്ത് എഗ്രിമെൻറ്റ് ചെയ്തു. 9 ലക്ഷം രൂപ വേണം വസ്തു തീരാക്കണമെങ്കിൽ. ഞങ്ങളുടെ പൈസയില്ല. ഞങ്ങൾ 6 മാസത്തെ എഗ്രിമെൻറ്റ് ആണ് നോട്ടീസ് പീരീഡ് കൊടുത്തത്. അപ്പോൾ ഇതെങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് അറിയില്ല. അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ജപമാല ചൊല്ലും. ഞാൻ അഖണ്ഡ ജപമാല ഡെയിലി എത്തിക്കും. ചേട്ടന് ജപമാലയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ ഹിന്ദുസാണ്. പുള്ളി യൂട്യൂബിൽ നോക്കി ജപമാലയൊക്കെ വരച്ച് ഓരോ മണിയിലും എന്താ ചൊല്ലണ്ടേന്നൊക്കെ എഴുതിയെടുത്ത് പഠിച്ച് അങ്ങനെ പുള്ളിയും ചൊല്ലും, ഞാനും ചൊല്ലും. അങ്ങനെ ഞങ്ങൾ ഈ വസ്തു എഗ്രിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ 5 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു, അമ്മ ഇടനിലക്കാർക്കൊന്നും കൊടുക്കാൻ ഞങ്ങളുടെ പൈസയില്ല, അപ്പോൾ അമ്മ തന്നെ ഇടനില നിൽക്കണം ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നേരിട്ടൊരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞു, ഇന്നടത്തൊരു കുറച്ച് സ്ഥലമുണ്ട്, നിങ്ങൾ നേരിട്ട് ചെന്ന് ചോദിച്ചാൽ അത് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ ചേട്ടൻ പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, തിരി കത്തിച്ച് വെച്ചാൽ ഓരോ വഴിയും പോകുമ്പോൾ ഞാനിവിടെ എനിക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് 2 തിരിയും കത്തിച്ച് വെച്ച് ഈ വിഷയത്തെ വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയോട് ഇങ്ങനെ വർത്തമാനം പറയുന്നാലും പറഞ്ഞു, അമ്മേ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, ഇന്നേ കാലത്ത് ഒരു കിണറൊക്കെ കുത്തണമെങ്കിൽ ഒരുപാട് പൈസയാകും, ഇനി അതിനകത്ത് കിണറിന് സ്ഥാനമില്ല, വെള്ളവും കിട്ടിയല്ല. ഇങ്ങനെ പറഞ്ഞേച്ച്
2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുകയാണ്, എടി ആ സ്ഥലത്തൊരു കിണറും കൂടെ ഉണ്ട്, 8.5 സെൻറ്റ് സ്ഥലം എടുക്കുകയാണെങ്കിൽ അവർ കിണറോട് കൂടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി കിണർ അമ്മ വാങ്ങിച്ചു തരുന്നതാണ്. 40 വർഷത്തോളമായിട്ട് ആ പരിസരത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വെള്ളം കൊടുക്കുന്നൊരു കിണറാണ്. അങ്ങനെ ഞങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്തു. പിന്നെ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് തീരണമെങ്കിൽ പൈസ വേണം. പൈസ ഞങ്ങളുടെ കയ്യിലില്ല. വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങി, അമ്മേ പൈസ എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്, ജപമാല റാലിക്ക് മുൻപ് എഴുതണം, അതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ 2 ചിട്ടി ഞങ്ങൾക്ക് മുടങ്ങിപ്പോയായിരുന്നു. 20ഓളം തവണകൾ മുടങ്ങിയ ചിട്ടിയാണ്. 2 ലക്ഷത്തിൻ്റെ വീതം 2 ചിട്ടി. അതെനിക്കറിയത്തില്ല. ഞാനത് രണ്ടും അത്രയും ദിവസത്തെ തവണകൾ അടച്ചു തീർത്തു. തലേ മാസവും പിറ്റേ മാസമായിട്ട് ഞങ്ങൾക്ക് ആ ചിട്ടി പിടിച്ചു തന്നു. ഞങ്ങൾക്ക് വേറെയും പൈസ ഞങ്ങൾക്ക് വ്യക്തികളിൽ നിന്നൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. ഞങ്ങൾ വസ്തു എഗ്രിമെൻറ്റ് ചെയ്തു ജപമാല റാലിയുടെ തലേ ദിവസം. അതിനുശേഷം വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അച്ഛനിവിടെ ധ്യാനത്തിലും എല്ലാം പറയാനുണ്ട്, നിങ്ങൾ നിയോഗം വെച്ചാൽ അത് പിന്നെ അതേക്കുറിച്ച് ഓർക്കണ്ട, അത് അമ്മയ്ക്ക് വിശ്വസിക്കും, അങ്ങ് വിട്ടുകൊടുത്തേര്. അതുകൊണ്ട് പിന്നെ എനിക്ക് നിയോഗങ്ങളില്ലാണ്ടായി. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മറ്റുള്ളവരുടെ വേദന എൻ്റെ വേദനയായി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചേട്ടൻ ചോദിക്കുമ്പോൾ നീ നിയോഗം വയ്ക്കുന്നു, ഞാൻ പറയും എന്തിനാ നിയോഗം, അത് ദൈവത്തിന് കൊടുത്ത കാര്യമല്ലേ, അവർ നോക്കിക്കോളും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് വീടാണ്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഈ ജപമാല റാലി ചേട്ടൻ പങ്കെടുത്തായിരുന്നു. ഞാൻ ജപമാല റാലിയുടെ സമയത്ത് ഇവിടെ ജപമാല റാലി നടക്കുന്ന സമയത്ത് രാത്രി ഞാൻ അവിടെ ജപമാല ചൊല്ലും. ഞാൻ 5 മണിക്കൂറൊക്കെ ജപമാല ചൊല്ലുമായിരുന്നു. അങ്ങനെ ആ വർഷത്തെ ജപമാല റാലി കഴിഞ്ഞു. പിന്നെ പിറ്റേ വർഷത്തെ ജപമാല റാലി വരെ ഞങ്ങൾ ഉടമ്പടിയിൽ ഉടനടി അനുഗ്രഹം എന്നാണെങ്കിലും ഞങ്ങൾ ഉടനടി നടത്തിത്തരാൻ പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് പ്രളയം വന്നു, ഒരുപാട് ഭവനങ്ങളുള്ളവർക്ക് ഭവനരഹിതരായി, ഒരുപാട് വയനാട്ടിലാണേലും ഒത്തിരി നല്ല നല്ല വീടുകളുള്ളവർക്ക് വീടുകളില്ലാണ്ടായി. അപ്പം പിന്നെ വീടില്ലാത്ത ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഈശോയുടെ അമ്മയുടെയും തീരുമാനം പോലെ ചെയ്തു തരാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ 2024 ജപമാല റാലിക്ക് മുൻപ് ഞങ്ങളുടെ വീടിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞു. അത് അച്ഛനെ വന്ന് ചേട്ടൻ കണ്ടായിരുന്നു വീടിന് വേണ്ടിയിട്ട് പ്ലാനുമായിട്ട്. ഞങ്ങൾ രണ്ട് നില വീടിൻ്റെ പ്ലാനുമായിട്ടാണ് അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. പക്ഷേ ഈ ചേട്ടൻ ഈ കാലിൻ്റെ വയ്യാഴിക വന്ന സമയത്ത് ഞങ്ങളുടെ അമ്മയ്ക്ക് അസുഖമായി, ലിവർ സിറോസിസ് ആയിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ അങ്ങ് ചേട്ടൻ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. എൻ്റെ അമ്മയാണ് ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്. വീട്ടിൽ എൻ്റെ ആങ്ങളെയും ഭാര്യയും 2 പൊടി കുഞ്ഞുങ്ങളും ഉള്ളൂ. അവൾ 3 നേരം ആഹാരം ഉണ്ടാക്കി കൊടുത്തുവിടും, ചേട്ടൻ്റെ വസ്ത്രങ്ങളെല്ലാം കഴുകും. അപ്പോൾ അങ്ങനെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോയി നോക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അപ്പോൾ ചേട്ടൻ പോകുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടിരുന്നാണ്. പക്ഷേ പെട്ടെന്ന് ഡൗണായി. പിന്നെ ഈ കാല് വയ്യാതെ തന്നെ തിരിച്ച് ചെന്ന് ആശുപത്രിയിൽ എത്തിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 5 ദിവസം കിടന്നു. ലിവർ സിറോസിസ് എൻഡ് സ്റ്റേജാണ്, ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഏകദേശം 50 മീറ്ററോളം ദൂരെ പോകണം. അപ്പം ഞാൻ എനിക്ക് മാത്രമേ ആ സമയത്ത് വരുമാനമുള്ളൂ. അതുകൊണ്ട് അമ്മയെ വന്ന് നോക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞങ്ങൾ നോക്കാൻ ആളെ വെച്ചു. അങ്ങനെ 15 ലാസ്റ്റായപ്പോൾ അമ്മ കൈയും കാലുകളും അനങ്ങാണ്ടായി. 15 ദിവസത്തിന് അമ്മ ഡൗണായി. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നോക്കാൻ പുള്ളിക്ക് കാലിന് വയ്യ. എനിക്ക് അവിടുന്ന് വരാത്ത അവസ്ഥ. അഡ്വാൻസ് സാലറിയൊക്കെ മേടിച്ച് ഞാൻ ഇവരുടെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചു. പാലിയേറ്റീവ് കെയറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിശന്നാലും അമ്മ പറഞ്ഞാലും അവർ കൊടുത്താലല്ലേ കൊടുക്കുകയുള്ളൂ, അന്നേരം കൊടുക്കുകയല്ലോ. അതുപോലെ മലവും മൂത്രം പാസ് ചെയ്ത് കിടന്നാലും അവർ ക്ലീൻ ചെയ്യുന്ന സമയത്തല്ലേ കിടത്തുള്ളൂ. അതുകൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ മാർഗ്ഗമില്ലെങ്കിൽ അമ്മ ഈശോയെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള കടമ ചെയ്യാൻ ശരിക്കും എനിക്ക് സാധിച്ചില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാണ്, കാരുണ്യപ്രവൃത്തി ചെയ്യുവാനാണ്, സ്വന്തം അമ്മയോടുള്ള കടമ. അപ്പം ഞങ്ങളങ്ങനെ സത്യം പറഞ്ഞാൽ ആരുമില്ല ഞങ്ങളെ ഒന്ന് സഹായിക്കാനായിട്ട്. ഒരുപാട് ഞങ്ങൾ വാടക വീട് അന്വേഷിച്ചു, ആളെയും കൂടെ നിർത്തി അമ്മയെ നോക്കാനായിട്ട്. പക്ഷേ കിടപ്പ് രോഗിക്ക് ആരും വീട് തരികയില്ല. കാരണം അവിടെ കിടന്ന് മരിച്ചു പോയാൽ പിന്നെ അവർക്ക് ആർക്കും വീട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഒരു മുറിയും ഒരു ടോയ്ലറ്റും ഒരു അടുക്കളയും തരണം. അത് ഞാൻ മസ്റ്റായിട്ടും പ്രാർത്ഥിച്ചു. പക്ഷേ 15 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി. എനിക്ക് വരാനൊന്നും പറ്റില്ല. കാരണം ഞാൻ അഡ്വാൻസ് സാലറി എല്ലാം മേടിച്ചാണ് അതുവരെ പുള്ളിയുടെ കാര്യവും അമ്മയുടെ കാര്യമൊക്കെ നടത്തിയത്. അങ്ങനെ അമ്മയുടെ ചടങ്ങുകളെല്ലാം നടത്തി 16 ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. 1 മാസം കൊണ്ട് ഞങ്ങൾ സ്ട്രക്ചർ ചെയ്തു. അതിനുശേഷം കയ്യിലെ പൈസ തീർന്നു. ഞങ്ങൾ ക്ഷമയോടുകൂടി പ്രാർത്ഥിച്ചു 5 മാസം. അപ്പോൾ ഞാൻ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് മെയ്യിലാണ്. അപ്പം അങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ മെയ്യിൽ വരുന്നതിന് മുമ്പ് മാറണം ഞങ്ങൾക്ക് അവിടുന്ന്. അതിപ്പം കംപ്ലീറ്റ് ചെയ്താണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു മുറിയും ഒരാക്കി തന്നാൽ മതി, അങ്ങനെ പ്രാർത്ഥിച്ചുള്ളൂ. പിന്നെ ഒന്ന് പറഞ്ഞിരുന്നു, ഇതിന് വരുന്നതിന് മുമ്പ് പരിപണി തീർന്നു വരികയാണെങ്കിൽ താക്കോലുമായിട്ട് ഇവിടെ വന്ന് അമ്മയെ കാണിച്ചിട്ടേ കയറി താമസം നടത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കറിയത്തില്ല എങ്ങനെയാണോ ഞങ്ങളുടെ വീട് എല്ലാ പണികളും തീർന്ന ഒരു കൊച്ചു ഭവനം, സ്വർഗീയ ഭവനം.
കൃപാഭവൻ എന്നാണ് ഞങ്ങൾ പേരിട്ടേക്കുന്നത്. അമ്മയുടെ ഫോട്ടോ മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. വരുന്നവരെല്ലാം ചോദിക്കും, ഞങ്ങൾ ഹിന്ദുസ് ആയതുകൊണ്ട് ഇതെന്താ മാതാവിൻ്റെ ഫോട്ടോ വെച്ചേക്കുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും, അത് മാതാവ് തന്ന വീടായതുകൊണ്ട് മാതാവിൻ്റെ ഫോട്ടോയെ വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഈ 16-ാം തീയതി കയറി താമസം നടത്തി. പിന്നെ ഇന്നിപ്പോൾ പെട്ടെന്ന് വരാനുള്ള സാഹചര്യം, മിനിഞ്ഞാന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ ഒരു തടി വീണു. തടി കഷ്ണം, അത് വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയതാണ്. അവിടുന്ന് വെള്ളമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പബ്ലിക് കണക്ഷനിൽ നിന്ന് വെള്ളം നിറയ്ക്കാനായിട്ട് പൈപ്പ് എടുത്തിട്ടിട്ട് അതിനൊരു തടസ്സം വെക്കാനൊരു തടി കഷ്ണം വെച്ചു. പുള്ളി എണിയാൻ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ തടി കഷ്ണം തലയിൽ വീണു, പൊട്ടി ചോര വന്നു. താഴെ ഇറങ്ങിയപ്പോൾ ആദ്യം കുഴപ്പമില്ലെന്നാണ് വിചാരിച്ച്. അടുത്തുള്ള ആശുപത്രിയിൽ ചെന്നു, അവരൊന്നുമില്ലെന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ വീട്ടിൽ വന്നപ്പം തൊട്ട് ചോര എടുക്കാൻ തുടങ്ങി. എനിക്ക് ഒരു ഡ്രസ്സ് മാറാനോ ഒന്നും തോന്നുന്നില്ല. ഞാൻ ആകെപ്പാടെ വിറങ്ങലിച്ച് പോയി. ഞാൻ പറഞ്ഞു, മാതാവേ, ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിന് പോവുകയാണ്, കൂടെ വന്നേക്കണം എന്ന് പ്രാർത്ഥിച്ചു പോയി. അവിടെ ചെന്നു, തല കണ്ടത് അവർ CT സ്കാൻ ചെയ്യാൻ പോയി. അവിടെ ചെന്ന് സീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞമ്മേ, സീറ്റ് ചെയ്തോ, നോർമലായിരിക്കണം, വ്യാഴാഴ്ച ഞാനവിടെ വരും കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് സീറ്റ് ചെയ്തിട്ട് ഞാനവിടെ റിസൾട്ട് വാങ്ങിക്കാൻ നിന്നു. ഇവരെ പറഞ്ഞു വിട്ടു ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ആയിട്ട്. 5 മണിയായപ്പോഴത്തേക്കും റിസൾട്ട് വന്നു, നോർമൽ CT സ്റ്റഡി. അവർ ഫ്രാക്ചർ എന്നൊക്കെ സസ്പെക്റ്റഡ് ആയിട്ട് പറഞ്ഞായിരുന്നു, പക്ഷെ ഒന്നുമില്ല. ഉടമ്പടിയിലുണ്ട് നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഞങ്ങൾക്കുണ്ട്. ചേട്ടൻ 2 വീലറിൽ പോയപ്പം ഒരു ദിവസം ആക്സിഡൻ്റായി. ഇടവഴിയിൽ നിന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ടതാണ്. തെറിച്ച് പോയി ഡിവൈഡറിൽ പോയി വീണു, പക്ഷെ ഒന്നും പറ്റിയില്ല. വണ്ടിക്ക് ശകലം ചിളക്കം പറ്റിയതേ ഉള്ളൂ. അതുകൊണ്ട് ഉടമ്പടി നമുക്കൊരു അനുഗ്രഹം, നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതിന് അത് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലൂടെ ഉറപ്പ് നൽകുകയാണ്. ഇത്ര അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ ജൂൺ 16-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കയറിത്താമസം എന്ന് പറഞ്ഞില്ലേ. ജൂൺ 15 എന്ന് പറയുന്നത് പെരുമഴയുള്ള ദിവസമായിരുന്നു. അന്ന് 24 hours മഴയാണ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ 2 തിരിയും കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് വീട്ടിൽ പോയി. വീടിന് ചുറ്റും നടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഒപ്പിട്ടിട്ട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ ക്ഷണിച്ചതിൻ്റെ പ്രകാരം ഇന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേരാനുണ്ട്, വന്നിട്ട് അവർക്ക് തിരിച്ചു പോകാനുണ്ട് സുരക്ഷിതമായിട്ട്. അതുകൊണ്ട് മഴ പെയ്ക്കരുത്, അത് അമ്മ എനിക്കൊരു അടയാളം തരണമെന്ന് തന്നെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്നേ ദിവസം ഞാൻ എൻ്റെ പാലുകാച്ചൽ ചടങ്ങിൻ്റെ സമയത്ത് ഒരു 2 സെക്കൻഡ് ഒരു മഴ തൂളിപ്പോയതല്ലാതെ അന്നേ ദിവസം മഴ പെയ്തതേയില്ല. അങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് ജപമാലകൾ ചൊല്ലും, മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കും. പിന്നെ ഞാൻ പൈസ ഇട്ട് കൊടുക്കും. ചേട്ടൻ അനാഥാലയങ്ങളിൽ ആഹാരത്തിന് ഭക്ഷണം കൊടുക്കും. അതോടൊപ്പം വഴിയരികിലൊക്കെ കാണുന്നവർ, അതുപോലെ രോഗികളെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. അറിയാൻ കേൾക്കുകയും പോലും ഇല്ലാത്ത രോഗികൾക്ക് ചികിത്സാ സഹായം ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഒരാൾക്കെങ്കിലും ആഹാരം കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. പിന്നെ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു ദൈവിക അനുഭവം എന്ന് പറഞ്ഞാൽ, ആരോടും പിണക്കമില്ല, വഴക്കില്ല. എത്ര നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയിട്ട് പോലും പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ്, മറ്റുള്ളവരുടെ വേദന കാണുമ്പം അവരുടെ വേദന നമ്മുടേതായിട്ട് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ്, അതൊക്കെ തന്ന് ഈശോയും അമ്മയും ഞങ്ങളെ അനുഗ്രഹിച്ചു.